രാഗിൻ അങ്ങനെ SITയുടെ മുമ്പിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എത്തുകയാണ്. ഇനി അതിൽ പ്രവർത്തിച്ചേ നടപടികളെടുത്തേ മതിയാകും. തീർച്ചയായും അതായത് വളരെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. കോടതി സർക്കാരിനോട് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിച്ചു, രേഖാമൂലം അറിയിക്കണമെന്ന് പറഞ്ഞു. തുടർന്നാണ് ഈ റിപ്പോർട്ട് SITക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചത്. SIT ഈ റിപ്പോർട്ട് പരിശോധിക്കട്ടെ, പരിശോധിച്ച ശേഷം ഇതിൽ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നോക്കണം. അതോടൊപ്പം ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യവും പരിശോധിച്ച് അറിയിക്കണം എന്നതാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ തടയണം എന്ന ആവശ്യവുമായി വന്നു. ആ ഘട്ടത്തിൽ കോടതി അത് അംഗീകരിച്ചില്ല. മാധ്യമങ്ങൾ ആ രീതിയിൽ തന്നെ പെരുമാറണം, അന്വേഷണ സംഘത്തിന് മുന്നിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കരുത് എന്ന കാര്യമാണ് പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്ന ഒരു കാര്യവും കോടതി സംസ്ഥാന സർക്കാർ പ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ടിൽ ഒരു നടപടിയും എടുക്കാത്തതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെ കോടതി വിമർശിച്ചത്. ഇതോടൊപ്പം തന്നെ ഈ നിഷ്ക്രിയത്വം ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഈ റിപ്പോർട്ടിൽ നടപടി എടുക്കാത്തതിന് ചൂണ്ടിക്കാണിച്ചുള്ള ന്യായവാദങ്ങൾ, സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ന്യായവാദങ്ങളെല്ലാം തന്നെ കോടതി അപ്പാടെ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. AG പറഞ്ഞത് ഈ റിപ്പോർട്ടിൽ ചില വിവരങ്ങളാണുള്ളത്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നതാണ്. അപ്പോൾ അതിന് മറുപടിയായി ഹൈക്കോടതി ചോദിച്ചത്, അങ്ങനെ ഒരു വിവരം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് കേസെടുക്കാൻ കഴിയില്ലെങ്കിൽ അത് എഴുതിത്തള്ളാമല്ലോ എന്നാണ്. എങ്ങനെ ഒരു കുറ്റകൃത്യം സംബന്ധിച്ചുള്ള കാര്യം കേട്ടിട്ട് അനങ്ങാതിരിക്കാൻ കഴിയും, കണ്ണടച്ചിരിക്കാൻ കഴിയും എന്നാണ് സർക്കാരിനോട് ചോദിച്ചത്. 4 വർഷമായി സർക്കാർ ഈ റിപ്പോർട്ട് കൈവശം വച്ചിരിക്കുകയാണ് എന്ന കാര്യവും കൂടി കോടതി ഓർമ്മപ്പെടുത്തി. അതായത് സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം തള്ളുന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വിമർശനവും സർക്കാരിനെതിരെ ഉന്നയിച്ചു. രാഗിൻ, ഇപ്പോൾ ഇതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ SIT സംഘത്തിന് കൈമാറുമ്പോൾ സ്വാഭാവികമായും അന്വേഷണം വേണം. പക്ഷേ ഈ അതായത് പുറം ലോകം അറിയാതിരുന്ന ആ ഭാഗങ്ങളിൽ കൃത്യമായി ആളുകളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പരാതികളാണോ, അതോ നേരത്തെ ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞതുപോലെ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ മാത്രമാണോ അതിലുമുള്ളൂ? എങ്കിൽ എങ്ങനെയാകും SITയുടെ പ്രവർത്തനം? ഈ നിലവിലുള്ള പ്രത്യക്ഷത്തിൽ വന്ന ആരോപണങ്ങൾക്ക് പുറമെ എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം മുന്നോട്ട് പോവുക? അതായത് ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതായത് ഈ സ്വകാര്യതയെ അല്ലെങ്കിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ പുറത്തു പോകരുത് എന്നൊരു നിർദ്ദേശവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ കോടതിക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് പൂർണ്ണമായും, അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് അതേപടി തന്നെ എല്ലാ ഡോക്യുമെൻസോട് കൂടി തന്നെ എത്തിയിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ ഉള്ളത്. അതാണ് കോടതി പരിശോധിക്കുന്നത്. അതിൽ ചില വിവരങ്ങൾ ഉണ്ട് എന്ന് AG സമ്മതിക്കുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങളില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ പോലും സർക്കാർ പറയുന്നത് അത്തരം ചില കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതിൽ പരിശോധന വേണ്ടേ എന്നതാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യങ്ങൾക്കാണ് സർക്കാരിന് ഉത്തരമില്ലാതായി പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ SITക്ക് ഈ റിപ്പോർട്ട് കൈമാറാൻ ആവശ്യപ്പെട്ടുള്ളത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകണം, അല്ലെങ്കിൽ അത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇത് പരിശോധിച്ച ശേഷം രേഖാമൂലം ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്താണ് എന്ന് അറിയിക്കണമെന്നാണ് കോടതി ഇപ്പോൾ സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഗിൻ, സർക്കാർ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് കോടതി ഓർമ്മപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. കോടതി തന്നെ നിങ്ങൾ നിലവിലെ സംവിധാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലേ എന്നൊരു സംശയം ചോദിക്കുന്നത്. ഈ 4 വർഷവും എന്ത് ചെയ്തു എന്നതാണ് കോടതിയെ ആ ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നതും. ഇപ്പോൾ ഇതിൽ പറയുന്നത് ചില വിവരങ്ങൾ മാത്രം, അതുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നാണെങ്കിൽ പിന്നെയും ഇനി എങ്ങനെയാണ് ഇതിൽ കൂടുതൽ നടപടികൾ സാധ്യമാവുക? സർക്കാർ എന്തൊക്കെ പറഞ്ഞാണ് കോടതിയുടെ മുമ്പിൽ ഈ ഒരു 4 വർഷത്തെ കാലതാമസത്തെ ന്യായീകരിച്ചത് അല്ലെങ്കിൽ പ്രതിരോധിച്ചത്? ദിവിഷ്, ഇത് സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള ലൈംഗിക അതിക്രമമാണ്. അങ്ങനെ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു പരിശോധന ആവശ്യമായിട്ടുണ്ട് എന്ന ഒരു ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് സർക്കാരിന് പോകാൻ കഴിയും എന്ന ഒരു വസ്തുതയുണ്ട്. ആ കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. അതായത് സർക്കാർ റിപ്പോർട്ട് കിട്ടിയ ശേഷം അതിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ടിൽ കാര്യമായ നടപടി ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. അതാണ് കോടതി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. മറിച്ച് ഇപ്പോൾ അത് ഈ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് SIT രൂപീകരിച്ചു. അതിൽ വോളണ്ടറി ആയിട്ട് ആരൊക്കെ പരാതി കൊടുത്തോ അതിലൊക്കെ FIR രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ 17ഓളം പേർക്കെതിരെ FIR ഉണ്ട്. പക്ഷേ അതല്ല, ആ റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ തന്നെ നടപടി വേണ്ടേ എന്നതാണ് കോടതിയുടെ ചോദ്യം. കാരണം അത് സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ട്. അതോടൊപ്പം പരിശോധന വേണ്ടേ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇപ്പോൾ SITക്ക് മുന്നിലേക്ക് എത്തുന്നു. അങ്ങനെ SIT
ഈ പറയുന്ന 17 കേസുകൾക്ക് പുറമെ മറ്റ് കുറ്റകൃത്യങ്ങളിൽ എന്ത് നടപടിയെടുക്കാൻ കഴിയും, അതിൽ ആരെങ്കിലും പരാതി നൽകാൻ തയ്യാറാണോ, അവരെ അങ്ങോട്ട് സമീപിക്കാം. നിങ്ങളിങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിൽ മേൽ നടപടി വേണ്ടേ എന്ന് ചോദിച്ച് SITക്ക് അങ്ങോട്ട് സമീപിക്കാം. അങ്ങനെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആലോചിച്ച് ഇക്കാര്യങ്ങൾ സ്വീകരിക്കാം. അതാണ് ഇപ്പോൾ എടുത്ത് അറിയിക്കാൻ കോടതി